പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസൈഡ് പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെല്ലാം പ്രിലിമിനറി ആസ്പെക്റ്റിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബ്ലോക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്ലോക്ക് വർക്ക് കംപ്ലീറ്റ് ആയി, റൂമുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാത്റൂംസ് എല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. അതിനകത്തും ഇലക്ട്രിക്കലിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷ് അടിക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾ മാർക്കിംഗ് ആണ് നോക്കേണ്ടത്. ഇതിൻ്റെ തിക്നെസ് നമ്മൾ 15 mm ആണ് ഇൻസൈഡ് പ്ലാസ്റ്ററിങ് പറയുക. അപ്പോൾ 15 mm ഇൻസൈഡ് പ്ലാസ്റ്ററിങ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പും ബോട്ടവുമായിട്ട് നമ്മൾ പ്ലംബ് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഇലക്ട്രിക്കൽ സോക്കറ്റുകളെല്ലാം വെക്കുന്നത്. ഈ ഇലക്ട്രിക്കൽ സോക്കറ്റുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, പൈപ്പുകൾ റൂഫിൽ കൂടി ഇട്ടിരിക്കുന്ന കോൺഡ്യൂട്ട്സിൻ്റെ പൈപ്പുകളെല്ലാം കണക്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇതിനകത്ത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ബോക്സുകളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് വേണ്ട AC, അതുപോലെ തന്നെ ഇലക്ട്രിക്കല്, അതുപോലെ തന്നെ ടി വിയുടെ പൊസിഷൻ, അതുപോലെ തന്നെ കിച്ചണിനകത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷ് അടിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫൈബർ മെഷാണ് അടിച്ചിരിക്കുന്നത്. ഫൈബർ മെഷ് സിമെൻറ്റ് ഗ്രൗട്ടിൽ നമ്മൾ വേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബീം ജോയിൻറ്റുകൾ, അതുപോലെ തന്നെ കൂടുതലുള്ള പൈപ്പിൻ്റെ അവിടെ ഇലക്ട്രിക്കൽ പൈപ്പുകൾ, ബോക്സിൻ്റെ സറൗണ്ടിങ്സ്, അതുപോലെ തന്നെ കോളം വോൾ വരുന്ന ജോയിൻസിൽ അതിൻ്റെ കോർണറുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഹൊറിസോണ്ടൽ ജോയിൻറ്റുകൾ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ജോയിൻറ്റുകൾ, ഇതെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമ്മൾ ആർക്കിട്രേ വരാനുള്ള അതിൻ്റെ ബ്ലോക്ക് വർക്കിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ മുകളിലുള്ള കട്ടിൽ നെറ്റുകൾ വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ TVയുടെ ഭാഗങ്ങൾ, ഇതിൽ എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഇതാണ് പ്രിലിമിനറി. അതായത് 3 മെയിൻ ഫാക്ടറുകളാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഒന്ന്, ഇലക്ട്രിക്കൽ ബോക്സുകളെല്ലാം കൺസീൽഡ് ചെയ്യണം, ഇലക്ട്രിക്കൽ പൈപ്പുകളെല്ലാം കൺസീൽഡ് ചെയ്യണം. രണ്ടാമത് അതിന് ചുറ്റുമായിട്ട് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ മെഷ് അടിക്കണം. ഫൈബർ മെഷ് അടിക്കാം, അല്ലെങ്കിൽ GI മെഷ് അടിക്കാം. നമ്മളിവിടെ ഫൈബർ മെഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമതായി ഇതിൻ്റെ ബുൾ മാർക്കിംഗ്, അതായത് അതിൻ്റെ തിക്നെസ്, ബുൾ മാർക്കിംഗ്. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ 3 കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻസൈഡ് വാൾ പ്ലാസ്റ്ററിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓപ്പണിങ്സ് എല്ലാം കറക്റ്റാണ് എന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വാൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്.